നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ അല്പസമയം മാറി ആ, നമുക്ക് ദൈവ കൃപയിലായിരിക്കാനും ദൈവസന്നിധിയിലായിരിക്കാനും ഇവിടെയാക്കുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പിതാവെ, കഴിഞ്ഞ ഒരു രാത്രികാലം അവിടുത്തെ കൃപയിൽ ഞങ്ങളെ എല്ലാവരെയും കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങളെ അവിടുന്ന് വിടുവിച്ചു. പൂർണ്ണ സൗഖ്യത്തോടെ പൂർണ്ണ സമാധാനത്തോടെ ദൈവകൃപയിലായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കുന്നല്ലോ. കർത്താവെ, ഈ പകൽക്കാലവും പ്രാർത്ഥനയോടുകൂടെ നിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ നീ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണെന്ന് തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവെ, ഈ ഒരു പകൽക്കാലത്തിൻ്റെ കുറച്ച് സമയം ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കാനും ദൈവികമായ കാര്യങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും കർത്താവെ, പാടി നിന്നെ സ്തുതിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, വചനം കേൾക്കുവാൻ, പഠിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ ഇന്നത്തെ കൂടിവരവിൽ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം നൽകണമേ. പെന്തക്കോസ്ത് നാളിൽ ആദിമസഭയുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ അവിടുന്ന് അയച്ചതുപോലെ അവരുടെ ബലഹീനമായ ജീവിത സാഹചര്യങ്ങളിൽ നീ അവരെ ശക്തീകരിച്ചതുപോലെ കർത്താവ്, ഞങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇന്ന് അവിടുത്തെ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അങ്ങയുടെ ജനം കർത്താവെ ചുറ്റുപാടുകളോട് വ്യക്തമായി സംസാരിച്ചു എന്ന് ഞങ്ങൾ കേൾക്കുന്നല്ലോ. കർത്താവെ, ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങളുടെ ചിന്തകളോട് ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് വ്യക്തതകളിലേക്കൊക്കെ നയിക്കണമേ. പലപ്പോഴും കർത്താവെ, ഞങ്ങളൊക്കെ വളരെ ആശങ്കയിലാണ്, സംശയത്തിലാണ്. ഞങ്ങളുടെ തുടർന്നുള്ള ജീവിതം, മുൻപോട്ടുള്ള ജീവിതം എപ്രകാരമാണ്, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കർത്താവെ ഞങ്ങൾക്ക് വലിയ നിശ്ചയങ്ങളൊന്നുമില്ല. കർത്താവെ, ഈ പകൽക്കാലം നിന്റെ വചനത്താൽ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ലക്ഷ്യങ്ങൾ നൽകണമേ. ഞങ്ങളെ മുൻപോട്ട് നയിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ വചനപ്രകാരം നല്ല തീരുമാനങ്ങളെ എടുക്കുവാൻ, നല്ല തിരഞ്ഞെടുപ്പുകളെയൊക്കെ നടത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളുകളിൽ ഞങ്ങളെ സഭയായും കുടുംബങ്ങളായും വ്യക്തികളായും ഒക്കെ നടത്തുന്ന കൃപകൾക്കായിട്ടൊക്കെ സ്തോത്രം. ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ, ക്ഷീണാവസ്ഥകളിൽ, ആവശ്യങ്ങളിൽ, ഭാരങ്ങളിൽ, പ്രയാസങ്ങളിലൊക്കെ കർത്താവ് കൂടെ ഇരിക്കുന്നല്ലോ. കർത്താവ്, വലിയ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. തുടർന്നും അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം അടിയങ്ങളുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നവരെയും സങ്കീർത്തനം വായിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും വചനം സംസാരിക്കുന്നവരെയും ഒക്കെ കർത്താവ് അവിടുത്തെ കൃപയിൽ ബലപ്പെടുത്തണമേ. അവിടുത്തെ ദിവ്യമായ നടത്തിപ്പാൽ അവരെ നയിക്കണമേ, നടത്തണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ അവിടുന്ന് കൂടെ ഇരിക്കും. കർത്താവെ, ഇന്നത്തെ കൂടിവരവ് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹവും ഏറ്റവും സന്തോഷകരവുമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ആരുടെയെങ്കിലുമൊക്കെ ഡിവൈസസ് അൺമ്യൂട്ട് ആണെങ്കിൽ, വോയിസ് ഓൺ ആണെങ്കിൽ അതൊന്ന് മ്യൂട്ട് ചെയ്താൽ കൊള്ളാം. പാട്ട് പാടുന്നവരും വായിക്കുന്നവരും ഒക്കെ അതാത് സമയങ്ങളിൽ അൺമ്യൂട്ട് ചെയ്ത് അത് ചെയ്താൽ മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്കിതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ വീടുകളിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കേൾക്കും. അത് ചിലപ്പോൾ നല്ലതാവും, ചിലപ്പം നല്ലതല്ലായിരിക്കും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളുടെ ഡിവൈസസ് മ്യൂട്ട് ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ കൂടി വരവിൽ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് ഷീജയാണ്. ഷീജ പാട്ടുകൾക്ക് നേതൃത്വം നൽകും. അതിനുശേഷം സൈബാൾ സങ്കീർത്തനം വായിക്കും. ഇപ്പോൾ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നതിനായിട്ട് ഷീജ വർഗീസിനെ ക്ഷണിക്കുന്നു. അച്ഛാ, കേൾക്കാമോ അച്ഛാ? കേൾക്കാം. യെസ്. അച്ഛാ, ഫസ്റ്റ് പാട്ട് പ്രാർത്ഥനയിൽ നൽനേരമേ. പ്രാർത്ഥനയിൽ നൽനേരമേ ലോക ചിന്താഗതി യനാഗ്രഹ വശങ്ങളെ പിതാമുമ്പിൽ കേൾപ്പിക്കും ഞാൻ.
ആപ്പൽ ദുഃഖ കാലങ്ങളിൽ ആശ്വാസം കണ്ടെത്തും ആത്മാ ഏകാനിയിൽ വീരാഞ്ഞതും ഇമ്പാസക്കി നിന്നാൽ തന്നെ പേകാണിയിൽ വീരാഞ്ഞതും ഇമ്പാസക്കി നിന്നാൽ തന്നെ പ്രാർത്ഥനയിൽ നൽനേരമേ കാത്തിടുന്ന മാവേ വാഴ്ത്താൻ നിത്യം കാത്തിരിപ്പോൻ മുമ്പിൽ എത്തിക്കുമെൻ ആഗ്രഹം ഞാൻ തന്മുഖം തേടി വാചനം വിശ്വസിപ്പാൻ തൻ ചൊന്നതാ തന്നിൽ മുറ്റും ആശ്രയിച്ചു നിന്നെ കാപ്പാ നൽനേരമേ തന്നിൽ മുട്ടും ആശ്രയിച്ചു നിന്നെ കാപ്പാ നൽനേരമേ പ്രാർത്ഥനയിൽ നൽനേരമേ പിസ്കാമിൽ നീൻ എൻ വീടിനെ നോക്കി ഞാൻ പാരക്കും വരെ തന്നിൽ ആശ്വാസ പങ്കിനി ഈ ജഡവസ്ത്ര വിറ്റു ഞാൻ ലാക്കിയായി പാരന്നു വാനം കടക്കുമ്പോൾ നിന്നെ വിട്ടു പോകും നൽനേരമേ വാനം കടക്കുമ്പോൾ നിന്നെ വിട്ടു പോകും നൽനേരമേ. സെക്കൻഡ് പാർട്ട് സിയോൻ സൈന്യമേ. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നിജയം എടുത്തു വിരുന്നു പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നിജയം എടുത്തു വിരുന്നു പ്രാപിക്കാം. കേൾക്കാരായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേരും പുരേ. കേൾക്കാരായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേരും പുരേ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോടെതിർത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോടെതിർത്തു നിന്നു വിജയം നേടുവാൻ. കേൾക്കാരായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേരും പുരേ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു നിത്യ യുഗങ്ങൾ വാരും സ്വർഗ സിയോനിൽ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു നിത്യ യുഗങ്ങൾ വാരും സ്വർഗ സിയോനിൽ. കേൾക്കാരായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേരും പുരേ. പ്രത്യാശയനിൽ വധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാൻ എൻ പ്രിയൻ പൊന്മുഖം. പ്രത്യാശയനിൽ വധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാൻ എൻ പ്രിയൻ പൊന്മുഖം. കേൾക്കാരായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട്
തേജസ്സേരും പുരേ. ആനന്ദമേ നിത്യാനന്ദമേ, കർത്തനോട് വാരും കാലം എത്ര ആനന്ദം. ആനന്ദമേ നിത്യാനന്ദമേ, കർത്തനോട് വാരും കാലം എത്ര ആനന്ദം. കേൾക്കാരായി തൻ കാലധ്വനി നാം പോകാരായി ഈ പാർത്തലം വിട്ട് തേജസ്സേരും പുരേ. കേൾക്കാരായി തൻ കാലധ്വനി നാം പോകാരായി ഈ പാർത്തലം വിട്ട് തേജസ്സേരും പുരേ. താങ്ക് യു ഷീജ. ഇപ്പോൾ സൈബാൾ will lead in psalm reading. I'm audible, Acha? Yes. Yes. Psalm 20, a prayer for victory. May the Lord answer you when you are in trouble. May the God of Jacob protect you. May he send you help from his temple and give you aid from Mount Zion. May he accept all your offerings and be pleased with all your sacrifices. May he give you what you desire and make all your plans succeed. Then we will shout for joy over your victory and celebrate your triumph by praising our God. May the Lord answer all your requests. Now I know that the Lord gives victory to his chosen king. He answers him from his holy heaven, and by his power gives him great victories. Some trust in their war chariots, and others in their horses. But we trust in the power of the Lord our God. Such people will stumble and fall, but we will rise and stand firm. Give victory to the king, O Lord. Answer us when we call. Here in Psalm 20. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം ഇപ്പോഴും പ്രകാരം തന്നെ. ആമേൻ. ആരുടെയൊക്കെ ഒന്ന് രണ്ട് പേരുടെ ഡിവൈസസ് ഇപ്പോഴും ഓഡിയോ ഓൺ ആണ്. നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. സം ഓഫ് യുവർ ഡിവൈസസ് ആസ് യുവർ ഓഡിയോ ഈസ് സ്റ്റിൽ ഓൺ. ഇഫ് യു ക്യാൻ ജസ്റ്റ് ചെക്ക് ആൻഡ് മ്യൂട്ട് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. അതല്ലെങ്കിൽ പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളവിടെ സംസാരിക്കുന്നത് എല്ലാവർക്കും കേൾക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു പുതിയ പ്രഭാതം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി. കഴിഞ്ഞ ഒരു രാത്രി കാലം ദൈവം തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ കാത്തു പരിപാലിച്ചു വഴി നടത്തി. വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ ദൈവം നമ്മെ നടത്തിയതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ കഴിഞ്ഞ രാത്രിയിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ സമയം വരെയും നമ്മുടെ ജീവിതത്തിൻ്റെ പലവിധങ്ങളായിട്ടുള്ള അവസ്ഥകളിൽ, പ്രതിസന്ധികളിൽ, ആപത്തുകളിൽ, അനർത്ഥങ്ങളിൽ, ദുഃഖങ്ങളിൽ, സങ്കടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മോട് കൂടെ ഇരുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഈ പകൽക്കാലം താഴ്ത്തി സമർപ്പിക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. സമ്പൂർണമായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളെയും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ നമുക്ക് ഓർക്കാം, നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ നല്ല രീതിയിൽ കൈക്കൊള്ളുവാൻ, അത് കൃത്യമായി നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നല്ലതുപോലെ ചിന്തിക്കുവാനും നല്ലതുപോലെ ആലോചിച്ചും ചിന്തിച്ചും നല്ല തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുവാനും കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമുക്ക് നമ്മുടെ സഭയെ സമ്പൂർണമായി ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കാൻ, സഭയുടെ എല്ലാ നന്മകളെയും എല്ലാ സാഹചര്യങ്ങളെയും സാധ്യതകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 70 വർഷത്തിലധികമായിട്ട് ഒരു സഭയായി, ദൈവജനമായി, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ദേശത്തായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചതിനായിട്ട്
നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവമാണ് നമ്മളെ ഈ നാളുകളിലൊക്കെ ഈ സാഹചര്യങ്ങളിൽ, ഈ അവസ്ഥകളിൽ വരെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ എല്ലാ നടത്തിപ്പുകളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയുടെ എല്ലാവിധമായ ആവശ്യങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെ മുറ്റുമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭൗതികവും ആത്മീയവുമായ ആവശ്യങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയെ ഈ നാളുകളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപയിലും ആത്മീയമായ ചൈതന്യത്തിലുമൊക്കെ മുൻപോട്ട് നയിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ കുടുംബങ്ങളൊക്കെ പാർക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളായിട്ടും വ്യക്തികളായിട്ടും ഒക്കെ പരിപാലിക്കണമേ. നമ്മുടെ കുടുംബങ്ങളോടൊക്കെ ദൈവത്തിന് നിരന്തരമായ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പലവിധമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. എല്ലാവരുടെയും അവസ്ഥകളൊന്നും സമാനമല്ല. നമുക്കെല്ലാം വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളാണ്, ജീവിത അവസ്ഥകളാണ്, ആവശ്യങ്ങളാണ്, ഭാരങ്ങളാണ്, പ്രയാസങ്ങളാണ്, സന്തോഷങ്ങളാണ്, സങ്കടങ്ങളാണ്. ആ അവസ്ഥകളെല്ലാം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഏത് സാഹചര്യമായിരുന്നാലും, എന്ത് ജീവിതാവസ്ഥയായിരുന്നാലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ നടത്തിപ്പും ദൈവത്തിൻ്റെ കൃപകളും നമ്മോട് കൂടെ ഉണ്ടാകണമേ, നമ്മളെ നയിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ഓർക്കാം. അത് എത്ര വലുതായാലും, എത്ര ചെറുതായാലും, എത്ര പ്രധാനമായാലും അപ്രധാനമായാലും അതെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക്, ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ സഭയിലെ എല്ലാ പ്രായമുള്ള പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പ്രായാധിക്യത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരെയൊക്കെ ദൈവം പൂർണ്ണ ആരോഗ്യത്തോടെ, പൂർണ്ണ ബലത്തോടെ, ദൈവകൃപയോടെ നയിക്കണമേ, നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ശാരീരികമായ വൈഷമ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെ പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തന്നെ കഴിയുന്നവരുണ്ട്, ഒറ്റയ്ക്ക് തങ്ങളുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് കഴിയുന്നവരുണ്ട്, മറ്റുള്ളവരുടെ സഹായത്തിൽ കഴിയുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഓമന ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സാലി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നാട്ടിലായിരിക്കുന്ന മേരി ജോൺ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ബാംഗ്ലൂർ മകനോടൊപ്പം ആയിരിക്കുന്ന തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം, തങ്കമ്മ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, രമണി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അന്നമ്മ ജേക്കബ് ആൻറ്റിക്ക് വേണ്ടി, അന്നമ്മ ഉമ്മൻ ആൻറ്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ജെസി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സാറാമ്മ കുര്യൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, തങ്കം ആൻറ്റിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ചെറിയാൻ അങ്കിളിന് വേണ്ടി, കെസി ചെറിയാൻ അങ്കിളിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, രഞ്ജിത്ത് അങ്കിളിന് വേണ്ടി, സുശീൽ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെല്ലാം ദൈവം നടത്തണമേ. അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ ജീവിതാവസ്ഥകളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ശാരീരികമായിട്ട് പ്രയാസത്തിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. നാട്ടിലായിരിക്കുന്ന രാജൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദീർഘനാളുകളായിട്ട് ഭവനത്തിൽ ആയിരിക്കുന്ന സമലൂട്ടി അങ്കിളിന് വേണ്ടിയിട്ടും ലിസി ആൻറ്റിക്ക് വേണ്ടിയിട്ടും രണ്ടുപേർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ഡോക്ടർ റോയ് അങ്കിളിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പുഷ്പ ആൻറ്റിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ആലീസ് തോമസ് ആൻറ്റിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ പ്രയാസത്താലൊക്കെ ഭാരപ്പെടുന്ന പ്രിയ ചാക്കോ ജോർജ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകളാൽ രോഗാവസ്ഥകളിലായിരിക്കുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെയൊക്കെ പരിപാലിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് ക്യാൻസറിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിൽപ്പെട്ടവർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അയൽപ്പക്കങ്ങളിലുള്ളവർ, ഒരുപാട് പേരൊക്കെ ഈ നാളുകളിലൊക്കെ ഒരുപാട് പേർക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പലരൊക്കെ ചികിത്സയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കീമോതെറാപ്പി, സർജറി, റേഡിയേഷൻ, അതിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ സർവൈവൽ സമയത്തായിരിക്കുന്ന നമ്മുടെ പല പ്രിയപ്പെട്ടവരുമുണ്ട്. അവരെ നമുക്ക് ഓർക്കാം. ദൈവം അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ചികിത്സയൊക്കെ കഴിഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പലരും നേരിടുന്നുണ്ട്. ദൈവം
അവരെയൊക്കെ ബലപ്പെടുത്തണമേ. അതിനെയൊക്കെ അതിജീവിപ്പാനുള്ള ദൈവകൃപ പ്രിയപ്പെട്ടവർക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കള്, നാട്ടിലുള്ളവർ, സഹോദരങ്ങൾ, അവരെയൊക്കെ നമുക്ക് ഓർക്കാം. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവരെ പരിപാലിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളാൽ പനിയും ചുമയും വൈറൽ ഫീവറും ഡെങ്കു ഫീവറും ഒക്കെ ആയിട്ടുള്ളവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ പലതരത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെയൊക്കെ അനുഗ്രഹിക്കണമേ. അവർക്കൊക്കെ വേണ്ട സൗഖ്യവും ആശ്വാസവും ഒക്കെ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. കൊച്ചു ക്ലാസ്സുകൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെ ദൈവം അനുഗ്രഹിക്കണമേ. അവർക്ക് ബുദ്ധിയും വിവേകവും ഒക്കെ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും 10th-നും +2-നും വേണ്ടിയിട്ട് പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്നവർ, പ്രീ ബോർഡ്സിനായിട്ട് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ സഭയിൽ. കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഒരു നിമിഷം ഓർക്കാം. ദൈവം അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണമേ എന്ന് ഒരുപാട് ശ്രദ്ധ തെറ്റിക്കുന്ന ഒരുപാട് സ്വാധീനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മളൊക്കെ മാതാപിതാക്കളൊക്കെ ഉപദേശിച്ചാലും നേരായ വഴിക്കൊക്കെ കൊണ്ടുവരാൻ പ്രയാസമുള്ള ഒരു സമയമാണ്. മാതാപിതാക്കളെക്കാളും സഭയെക്കാളും ഒക്കെ സ്വാധീനം മറ്റു പലതിനുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം നേരായ വഴിക്ക് നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ മാതാപിതാക്കൾക്ക്, സഭയ്ക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ ചില സമയങ്ങളിൽ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് 12ാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് വിവിധ എൻട്രൻസുകൾക്ക് വേണ്ടിയിട്ട്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. എഞ്ചിനീയറിങ്, മെഡിക്കൽ, അതുപോലെ തന്നെ മറ്റ് എക്സാംസിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുവാനായിട്ട് അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഡിഗ്രി പഠനങ്ങളൊക്കെ ആരംഭിക്കുന്നവർ, അതിന് വേണ്ടിയിട്ട് അഡ്മിഷൻസിന് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്നവർ, PG വിദ്യാഭ്യാസത്തിലായിരിക്കുന്നവർ, ഭാരതത്തിൻ്റെ പല മറ്റ് ടൗൺസിലും അതുപോലെ തന്നെ വെളിയിലുമൊക്കെ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം നമുക്ക് ഓർക്കാം. വിദ്യാഭ്യാസം ചെയ്യുന്ന എല്ലാവരെയും ഓർക്കാം. റിസർച്ച് ചെയ്യുന്നവർ, അങ്ങനെ ഹയർ സ്റ്റഡീസിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട വിവേകവും ജ്ഞാനവും കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ജോലി ആരംഭിച്ചവരുണ്ട്, അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ നഗരത്തിലും പല സ്ഥലങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങളുമൊക്കെ ജോലിയിലായിരിക്കുന്നവരുണ്ട്. IT ഫീൽഡിലും മാർക്കറ്റിംഗ് ഫീൽഡിൽ, ഗവൺമെൻറ് ജോബിൽ, സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവർ, അവരെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവരെയൊക്കെ ആശീർവദിക്കണമേ. അവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും അവർക്കൊക്കെ എല്ലാ ആത്മീയമായും ഭൗതികമായുമുള്ള നന്മകൾ ധാരാളം ലഭിക്കാനും കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ശുഭമായിരിക്കാൻ, സന്തോഷമായിരിക്കാൻ ഇടയാക്കണം. പ്രത്യേകിച്ച് IT മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന പല കുഞ്ഞുങ്ങളും ഉണ്ട്. നമ്മുടെ വളരെ സ്ട്രെസ്സിലൂടെയൊക്കെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യേണ്ടവരായിട്ടൊക്കെ ഉണ്ട്. അതൊന്നും അവരെ നിരാശപ്പെടുത്താതെ ധൈര്യത്തോടെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ കർത്താവ് അവരെ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ യങ് കപ്പിൾസിനെയൊക്കെ ഓർത്ത് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ നല്ല നല്ല ജോലി ലഭിച്ചിട്ടുണ്ട്, നല്ല സാമ്പത്തികങ്ങളൊക്കെ. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിലും സന്തോഷത്തോടെ ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. അവർക്ക് പരസ്പരം സ്നേഹത്തിലും കൃപയിലുമൊക്കെ ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയിൽ അനേകരുണ്ട്. മറ്റുള്ളവർ പറയുന്ന പ്രായമൊക്കെ കഴിഞ്ഞവരൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ദൈവം നന്നായി വാഴ്ത്തി ഒരുക്കി കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതിൻ്റെ പ്രത്യേകിച്ച് ഡിസംബർ മാസം 28-ാം തീയതി സച്ചിൻ്റെ വിവാഹമാണ്. അതൊക്കെ അനുഗ്രഹമായിട്ട് നടക്കാനായിട്ട് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മറ്റു പലരും വിവാഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഒരുക്കത്തിലാണ്. ദൈവം അതൊക്കെ അനുഗ്രഹപ്രദമാക്കി തീർക്കാനായിട്ട് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ് ദീർഘവർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് പ്രത്യേകം ഓർക്കാം. ദൈവം അവരുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ വാഴ്ത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരാഗ്രഹിക്കുന്നത് പോലെ നല്ല കുഞ്ഞുങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ സമയത്തൊക്കെ, ദൈവത്തിനൊന്നും
അസാധ്യമല്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ചികിത്സകളൊക്കെ ആയിരിക്കുന്നവരൊക്കെ ഉണ്ട്. ദൈവം ആ കുടുംബങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് നല്ല തലമുറകളെ നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അവരൊക്കെ ജീവിതത്തിൽ മുൻപോട്ട് നീങ്ങാനായിട്ട് തകർന്നു പോകാതെ, തളർന്നു പോകാതെ, ആശങ്കപ്പെട്ടു പോകാതെ, ധൈര്യത്തോടെ മുൻപോട്ട് തീരുമാനങ്ങളൊക്കെ എടുത്ത് മുൻപോട്ട് നയിക്കുവാൻ അവരൊന്നും പിൻവാങ്ങിപ്പോകാതെ, അതിൻ്റെ സ്റ്റിഗ്മയൊക്കെ ഭയന്ന് മറ്റുള്ളവരെന്ത് പറയും, സമൂഹം ഞങ്ങളെ എങ്ങനെ കാണും എന്നൊന്നും ചിന്തിക്കാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ അവരെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഗർഭിണികളായിട്ടുള്ള, ക്യാരിയിങ് ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ നമുക്ക് ഓർക്കാം. ഡേറ്റൊക്കെ അടുത്ത് വരുന്നവരുണ്ട്. ദൈവം അവർക്ക് വേണ്ട അമിതമായിട്ടുള്ള ബലവും കൃപയും കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേജിലായിട്ടുള്ളവരൊക്കെ ഉണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈമിലൊക്കെ ഉള്ളവരുണ്ട്. ദൈവം അവർക്കൊക്കെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കൊക്കെ ഈ സമയത്ത് അവർക്ക് വേണ്ട വാത്സല്യവും പിന്തുണയും ഒക്കെ നൽകുവാനായിട്ട് ദൈവം അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ പലവിധമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ മധ്യത്തിൽ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കുടുംബങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ നമ്മൾ ദൈവവുമായി ചേർന്ന് നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല നല്ല കുടുംബജീവിതം, നമ്മുടെ കുടുംബജീവിതങ്ങളൊക്കെ സന്തോഷകരമായിരിക്കാൻ, സാമ്പത്തികമുണ്ടോ ജോലിയുണ്ടോ അതൊന്നുമല്ല, കുടുംബജീവിതം സന്തോഷകരമായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷം, എല്ലാം പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ്. ഒന്നും നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് അനുകൂലമല്ല. അതുകൊണ്ട് അനുകൂലമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ കുടുംബ ജീവിതത്തൊക്കെ മുമ്പോട്ട് നയിപ്പാനായിട്ട് കർത്താവ് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയ്ക്ക് വേണ്ടി, CSI സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ എല്ലാ ബിഷപ്പന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പട്ടത്ത സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഇവാഞ്ചലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള മിഷണറി സേവനങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. എല്ലാ മിഷൻ ഫീൽഡുകൾക്ക് വേണ്ടിയിട്ടുമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നാളുകളിലൊക്കെ സഭ സാമ്പത്തികമായ നേട്ടങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആത്മീയമായ ഒരു പുനരുജ്ജീവനം, ഒരു നവീകരണം, ഒരു ശക്തീകരണമൊക്കെ നമ്മളുടെ സഭയിൽ ഉണ്ടാകുവാൻ, നമ്മുടെ സഭ ഒരു പെന്തക്കോസ്ത് സമൂഹമായിട്ടൊക്കെ തീരുവാൻ, വചനത്തിനും ജീവിതത്തിനുമൊക്കെ പ്രാമുഖ്യം കൊടുക്കുന്നവരായിട്ടൊക്കെ തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് സഹോദര സഭകൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കും. എല്ലാ മിഷൻ ഫീൽഡുകൾക്ക് വേണ്ടിയിട്ടുമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരു ക്രിസ്മസ് നാളുകളൊക്കെ അടുത്ത് വരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പല മിഷൻ ഫീൽഡുകളുമൊക്കെ വളരെ ക്രൈസിസിലാണ്. ഈ FCRIയുടെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് CSI സഭയ്ക്ക് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് വെളിയിൽ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നവരൊക്കെ വലിയ പ്രയാസത്തിലാണ്. നമ്മുടെയൊക്കെ സ്നേഹവും കരുതലുമൊക്കെയാണ് ആ ശുശ്രൂഷകളൊക്കെ മുമ്പോട്ട് നയിക്കുന്നത്. എല്ലാ മിഷൻ ഫീൽഡുകളെയും അവരുടെ ആവശ്യങ്ങളെയും ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാം നമ്മുടെ ഓൾഡ് ഏജ് ഹോമുകൾ, നമ്മുടെ ഓർഫനേജുകൾ, ഹോസ്റ്റലുകൾ, അതുപോലെ തന്നെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം, മിഷൻ സ്കൂളുകളെല്ലാം നമുക്ക് ഓർക്കാം. ഈ ക്രിസ്മസ് കാലയളവിലൊക്കെ നമ്മൾ സഭയായും സമൂഹമായും കുടുംബങ്ങളായിട്ടും ഒക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളിൽ ഒരു അംശം അവർക്ക് വേണ്ടിയിട്ടുമൊക്കെ പകുത്തു കൊടുക്കാനായിട്ട് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ഐശ്വര്യമൊക്കെ ഉണ്ടാകുവാനായിട്ട് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കാം. ദേശത്തിലുള്ള എല്ലാ ആഭ്യന്തര കലാപങ്ങളും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിലുള്ള, ഭാഷയുടെ ഒക്കെ പേരിലുള്ള സ്പർദ്ധകളൊക്കെ മാറി നമ്മുടെ രാജ്യം അഭിവൃദ്ധിപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടിയിട്ടും ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ശുശ്രൂഷകളെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഒരു ക്രിസ്മസ് നാളിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഗായക സംഘം കരോളിന് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുന്നു. അത് അനുഗ്രഹമായിരിക്കാൻ ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. കരോൾ റൗണ്ട്സിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിമൻസ് ഫെലോഷിപ്പ്, യങ് കപ്പിൾസ് ഫെലോഷിപ്പ്, യൂത്ത് ഫെലോഷിപ്പ്, എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാം. ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൈടെക് സിറ്റി ഏരിയയിലുള്ള സാറ്റലൈറ്റ് വർഷിപ്പിന് വേണ്ടി, അതിൻ്റെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഭാഗത്തൊക്കെയുള്ള CSIക്കാർ
ഒരുമിച്ച് കൂടി അവിടെ ഒരു കൂട്ടായ്മ ശക്തിപ്പെടുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ സഭയുടെ ആവശ്യങ്ങളെയും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും എല്ലാം ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്നൊരു പകൽക്കാലം കൂടെ ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടിയതിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരും മാതാപിതാക്കളും ഒക്കെ നാട്ടിലൊക്കെ ഉള്ളവരുണ്ട്, ഒറ്റയ്ക്കൊക്കെ ആയിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അവരെ ദൈവം ബലപ്പെടുത്തേണ്ടതിന് വേണ്ടിയിട്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ഇന്നത്തെ കൂടിവരവ് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരാൻ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞായറാഴ്ചത്തെ ആരാധനയും ശുശ്രൂഷകളും ഒക്കെ ദൈവാനുഗ്രഹത്തിന് മുഖാന്തരമാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഭരമേൽപ്പിക്കാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി, നമ്മുടെ ശാരീരികവും മാനസികവുമായ സൗഖ്യത്തിനും ആശ്വാസത്തിനും സമാധാനത്തിനും വേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ വിഷയങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മിനോ പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ, കണ്ണുകളെ അടയ്ക്കാം. ദൈവമായ കർത്താവെ, വീണ്ടും ഒരു ദിവസം കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് വരുവാൻ തന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വീണ്ടും ഒരു വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ കർത്താവെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഒരു വർഷക്കാലം ഞങ്ങളെ കാത്ത് പരിപാലിച്ച കൃപകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ ഞങ്ങളെ ഉപദേശിച്ച് ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി നീ ഞങ്ങൾക്ക് കാണിച്ചു തരുവാനും, നീ ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് ഞങ്ങൾക്ക് വേണ്ടുന്ന ആലോചന പറഞ്ഞു തരുവാനും അവിടെ ഞങ്ങൾക്ക് ഇടയാക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ ഞങ്ങളുടെ ബലവും പരിചയവും കർത്താവെ നിന്നിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് വായിച്ചു കേട്ട സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും ഹൃദയത്തിലെ ആലോചനകളെയും ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവ് നിന്റെ സന്നിധിയിൽ ഓരോ സമർപ്പിച്ചിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിൽ ജീവിക്കുവാൻ, നിന്നോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്നു അറിഞ്ഞോ അറിയാതെയോ കർത്താവെ നിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവിനോട് പറ്റിച്ചേരാതെ കർത്താവെ നിനക്ക് വിരോധമായി എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ സന്നിധിയിൽ കർത്താവെ നിന്നോട് ചേർന്നിരിക്കാതെ കർത്താവെ ഞങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ ഇന്ത്യ ദേശത്തെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ഇന്ത്യ ദേശത്തെ ഓരോ സംസ്ഥാനങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു, ഭരണകർത്താക്കളെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, നീ സമാധാനത്തിന്റെ പ്രഭുവാകുന്നു, സമാധാനത്തിന്റെ ദൈവമാകുന്നു. എല്ലാ സ്ഥലങ്ങളിലേക്കും സമാധാനം വ്യാപരിക്കുവാൻ എന്റെ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് തരുമ്പോൾ കർത്താവെ ഞങ്ങളുടെ സഭയെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. സഭയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ പേരുപേരായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് അച്ഛൻ ഇന്ന് പ്രാർത്ഥനാ വിഷയമായി പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, പല സാഹചര്യങ്ങളിൽ പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവെ, ഞങ്ങൾ അറിയുന്നെങ്കിലും എല്ലാം അറിയുന്ന എന്റെ കർത്താവ്, അവർക്ക് വേണ്ടുന്ന അവരുടെ ആവശ്യങ്ങളെ എന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഹൃദയത്തിലെ നിലവുകളെ, ഹൃദയത്തിലെ ആലോചനകളെ, ഹൃദയത്തിലെ ആഗ്രഹങ്ങൾക്ക് തക്കവണ്ണം അവർക്ക് അവിടുന്ന് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയിലായിരിക്കുന്നവർ, മുതിർന്നവർ, കർത്താവെ പ്രായാധിക്യത്താൽ ഇരിക്കുന്നവർ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവ്, പ്രത്യേകിച്ച് സാലി ആന്റിയെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു, അമ്മ ആന്റിയെ കരങ്ങളിലേക്ക് തരുന്നു, അതുപോലെ തങ്കമ്മ ആന്റിയെ തരുന്നു. കർത്താവെ, അന്നമ്മ ആന്റിയെ, അന്നമ്മ ജേക്കബ്, അന്നമ്മ ഉമ്മൻ ആന്റി, കേസി ചെറിയാനങ്ങളെ കർത്താവെ, രഞ്ജിത്തങ്ങള്, സുശീല ആന്റി കർത്താവെ, അതുപോലെ പലരുണ്ട്. കർത്താവെ, എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് തന്നു പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന ആരോഗ്യം എന്റെ കർത്താവോട് പാലനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് ബലം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ഞങ്ങളുടെ സഭയുടെ സംഘടനകളെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, എല്ലാ സംഘടനകളും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ മനോഹരമായി ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ യേശുവേ കർത്താവെ, ഞങ്ങളെ സഭയെ നയിക്കുന്ന അച്ഛനെയും കുടുംബത്തെയും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, അവരുടെ ശുശ്രൂഷകൾ കർത്താവെ
ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ചുമേതിന്റെ കരങ്ങളിലേക്ക് തരുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നു പോകുന്ന അവസ്ഥകളിൽ നിന്നും പൂർണ്ണമായും വിടുതൽ കൊടുത്ത് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാത്തിൽ നിന്നും കർത്താവ് വിടുവിച്ച് കർത്താവെ ആരോഗ്യമായി വീണ്ടും നിൽക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ കർത്താവെ, ഞങ്ങളുടെ സഭയിലെ എല്ലാവരെയും, രോഗത്തിന്റെ പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, അവരെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നത്. ക്യാൻസറിന്റെ ഭാരത്താൽ ഭാരപ്പെടുന്നവർ, അതിന്റെ ട്രീറ്റ്മെന്റിലൂടെ കടന്നുപോയി റിക്കവറി ചെയ്യുന്നവർ, കർത്താവെ പനിയുടെ ഭാരത്താൽ, അതുപോലെ കർത്താവ് വൈറൽ ഫീവർ, ഡെങ്കു, കർത്താവെ ചിക്കൻ ഗുനിയ, ഇതിന്റെ എല്ലാം ഭാരത്താൽ നിൽക്കുന്ന ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, അവരെല്ലാം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ കർത്താവെ, ഈ ഒരു ക്രിസ്മസ് സീസണിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവെ, നിന്റെ ജനനത്തെ ഘോഷിക്കുവാൻ നീ ഈ ലോകത്തിൽ വന്നു ഈ ലോകത്തിന്റെ രക്ഷകനായി അവതരിച്ചത് കർത്താവെ, ആ സന്ദേശം കർത്താവ് ഞങ്ങൾ മറ്റുള്ളവരിലൂടെ പകരുവാൻ അവർ ഞങ്ങളെ ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. അതിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. പ്രത്യേകിച്ച് കായിക സംഘങ്ങൾ കർത്താവെ, അവർ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന കരോൾ സർവീസിനെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, കരോൾ റൗണ്ട്സിനെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങളെല്ലാം പ്ലാനിങ്ങുകൾ ചെയ്യുമ്പോൾ എല്ലാം അതിനു വേണ്ടുന്ന മുഖാന്തരങ്ങളെ, അതിനു വേണ്ടുന്ന വാതിലുകളെ എന്റെ കർത്താവോട് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തില് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ, വീണ്ടും ദൈവനാമത്തിൽ കൂടി വരുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ പലയിടങ്ങളിലായിട്ട് നടത്തിയതിനായിട്ട്, പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. നമ്മൾ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആദിമ സഭയുടെ പെന്തക്കോസ്ത് അനുഭവത്തെക്കുറിച്ച്. പെന്തക്കോസ്ത് ദിനത്തിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്, ക്രിസ്തുവിൻ്റെ ശിഷ്യ സമൂഹത്തിനുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ ഈ സംഭവത്തെ ആസ്പദമാക്കി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഇടയാക്കി. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്, അവരെല്ലാവരും ദൈവാത്മാവ് നിറഞ്ഞവരായി അവരെല്ലാവരും സംസാരിക്കാനായിട്ട് തുടങ്ങി. അവര് ദൈവത്തിൻ്റെ the content of the speech, the clarity in speech, അങ്ങനെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും വ്യക്തതയോടുകൂടെ ദൈവം അവർക്ക് നൽകിയ കാര്യങ്ങൾ ലോകത്തോട്, ചുറ്റുപാടുകളോട് ധൈര്യത്തോടെ പറയാനും ഭയമില്ലാതെ പറയാനും ദൈവം അവരെ ഇടയാക്കി. നമ്മൾ അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അതിൻ്റെ 12-ാമത്തെ വാക്യമാണ് ഇങ്ങനെ വായിക്കുന്നത്. എല്ലാവരും ഭ്രമിച്ചു, ചഞ്ചലിച്ചു, ഇത് എന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. Amazed and perplexed, they asked one another, what does this mean? ഇത് എന്താണ്? ഇതൊരു പുതിയ ഒരു സംഭവം. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞവരായി ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, വിദ്യാഭ്യാസമില്ലാത്തവർ, ജീവിതത്തിൻ്റെ താഴേക്കിടയിൽ നിന്ന് കടന്നു വന്നവർ, മതപരമായ അനുഷ്ഠാനങ്ങളോ ആചരണങ്ങളോ ഒന്നോ കൃത്യമായിട്ട് നോക്കുവാനോ പരിപാലിക്കുവാനോ അതൊക്കെ കീപ്പ് ചെയ്യാനോ കഴിയാത്ത ഒരു സമൂഹം സഡൻലി they suggest as a community a new direction in the life of faith. വിശ്വാസത്തിൻ്റെ വഴിയിൽ ഒരു പുതിയ ദിശ, ഒരു പുതിയ വഴി, ഒരു പുതിയ സാധ്യത ഈ ഒരു സമൂഹം, ഈ ഒരു സാധാരണക്കാരായിട്ടുള്ള സമൂഹം അവരുടെ ജീവിതം കൊണ്ട് നിർദ്ദേശിക്കുക. They are suggesting a new way of life with their lives. അവരുടെ ജീവിതം കൊണ്ട് ഒരു പുതിയ ജീവിത ശൈലി, ഒരു പുതിയ ആത്മീയമായ സാധ്യത, ഒരു പുതിയ
സഭയെക്കുറിച്ചുള്ള ഒരു പുതിയ സാധ്യത, വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ യാഥാർത്ഥ്യം അവര് മുൻപോട്ട് വയ്ക്കുകയാണ്. ദേ ആർ സജസ്റ്റിംഗ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ വി ഹാവ് സംതിങ് വെരി ക്രെഡിബിൾ ഓർ വി ഹാവ് സംതിങ് ഇൻക്രെഡിബിൾ ടു സജസ്റ്റ് ടു ദിസ് സൊസൈറ്റി. ഒരുപക്ഷെ നമ്മുടെ സഭയുടെയൊക്കെ ഒരു ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ സഭ വളർന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം അതാണ്. ചുറ്റുപാടുകളുടെ മുൻപിൽ നമുക്ക് എന്തെങ്കിലും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള, അസാധ്യമായിട്ടുള്ള, ആശ്ചര്യജനകമായിട്ടുള്ള, ആകർഷണീയമായിട്ടുള്ള, അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് നിർദ്ദേശിക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. നൗ ദാറ്റ് ഈസ് വെയർ വി ബിക്കം സോ പുവർ. നമ്മുടെ സഭ ഇന്ന് ദരിദ്രമായിട്ടുണ്ടെങ്കിൽ ആ ഒരു തലത്തിലാണ് നമ്മൾ ദരിദ്രമായത്. ബിക്കോസ് വി ലാക്ക് ദ കപ്പാസിറ്റി, ദ ക്രെഡിബിലിറ്റി ടു സജസ്റ്റ് സംതിങ് ഇൻക്രെഡിബിൾ, സംതിങ് സ്പെക്ടാക്കുലർ, അല്ലേ? ഈ സമൂഹത്തെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മുടെ ചുറ്റുപാടുകളെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മുടെ ചുറ്റുപാടുകളെ, അവരുടെ ചിന്തയെ നമ്മളിലേക്ക് തിരിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതം കൊണ്ട് നിർദ്ദേശിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ വലിയ പള്ളി പണിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും, ഓ ഇത് കഴിയുമ്പോൾ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കും. നമുക്ക് തന്നെ അറിയാം, പള്ളി പണിയുമ്പോൾ തന്നെ നമുക്കറിയാം പള്ളി പണിയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊരു പുതിയ ശുശ്രൂഷ തുടങ്ങുമ്പോൾ, ഉപവാസ പ്രാർത്ഥന ഓൺലൈനിൽ തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഞാൻ പോലും ചിന്തിക്കുന്നില്ല, ഇതൊരു പുതിയ ഒരു വലിയ സമൂഹത്തിന് നമ്മൾ നൽകുന്ന ഒരു പുതിയ നിർദ്ദേശമാണ്. അങ്ങനെ ഒന്നും ഈ അടുത്ത കാലത്ത് ക്രൈസ്തവ സഭയ്ക്ക് ഒന്നും നിർദ്ദേശിക്കാനില്ലായിരുന്നു. നമ്മുടെ ജീവിതം കൊണ്ട് we fail to suggest something incredible, something amazing as a community, as a church, to suggest to this society. ഈ ചുറ്റുപാട് നമ്മളോട് കൊള്ളാം. ക്രൈസ്തവ സഭ, CSI സഭ, അല്ലെങ്കിൽ ഇമാനുവൽ CSI മലയാളം സഭ അടുത്ത കാലത്ത് ഒരു നല്ല കാര്യം ചെയ്തു. We fail to suggest the incredible things. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് ഈ സഭയുടെ മേൽ, ഈ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ വന്നപ്പോൾ they suggested to the world with their life an incredible gospel. അവരൊരു പുതിയ സുവിശേഷം, അത്ഭുതകരം, ആശ്ചര്യജനകമായ ഒരു സുവിശേഷം അവര് ഈ ലോകത്തോട് പറഞ്ഞു, അവര് നിർദ്ദേശിച്ചു. അപ്പോൾ അത് കേട്ടു എന്നുള്ളതാണ്. and they all began to speak. അത് കേട്ടവർക്ക് എന്താ സംഭവിച്ചത്? അവർ നമ്മളോട് വായിക്കുന്ന എല്ലാവരും ഭ്രമിച്ചു. they were amazed and perplexed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്ഭുതവും ഉണ്ടായി, എന്നാൽ ഒരു പരിഭ്രമവും ഉണ്ടായി, അല്ലേ? നമ്മളുടെയൊക്കെ ഒരു ലോകത്ത് ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് വികാരങ്ങളും നമുക്കില്ല എന്നുള്ളതാണ്. ഏതാണ്? ദ സെൻസ് ഓഫ് അമേസ്മെന്റ്. നമ്മൾ അതിനെക്കുറിച്ച് ആമുഖത്തിൽ നേരത്തെ ചിന്തിച്ചതാണ്. പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് അത്ഭുതത്തിന്റെ ഒരു സംഭവം. അതുകൊണ്ട് പല പ്രാവശ്യം അതവിടെ പറയുന്നുണ്ട്. they were all amazed. അത് കൂടി നിന്നവർ അത്ഭുതപ്പെട്ടു, അവരുടെ കൂടി നിന്നവര് ആശ്ചര്യപ്പെട്ടു. they were all amazed, but at the same time they were perplexed. അതായത് ഇതൊരു നമ്മൾ ബുർജ് ഖലീഫ കാണുന്നത് പോലെയുള്ള എക്സ്പീരിയൻസ് അല്ല, അല്ലേ? ബുർജ് ഖലീഫ നമ്മൾ ചെന്ന് കാണുമ്പോൾ നമുക്ക് വലിയൊരു അത്ഭുതമാണോ? അയ്യോ, അത് നമ്മളെ പരിഭ്രമിപ്പിക്കത്തില്ല. പക്ഷെ ഈ ആത്മീയമായ അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് പരിഭ്രമം കൂടെ ഉണ്ടാവും. നമ്മുടെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വി ആർ സോ നോർമൽ ഇൻ അവർ ലൈഫ്സ്. എന്താണെങ്കിലും നമ്മൾ വളരെ നോർമലാണ്. രോഗമുണ്ടായാലും നോർമലാ, രോഗസൗഖ്യം കിട്ടിയാലും നോർമലാ, എന്ത് കേട്ടാലും നമ്മൾ നോർമലാ. പ്രത്യേകിച്ച് പള്ളി വന്ന് നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, നമ്മളൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് നോർമൽ മനുഷ്യരാ. എല്ലാം സാധാരണ. ഇതെന്തുവാ, അല്ലേ? എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അത്ഭുതപ്പെടണമെങ്കിൽ എന്തുണ്ടാവണം? നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിന് ഒരു നിഷ്കളങ്കത വേണം.
അല്ലേ? കുഞ്ഞുങ്ങളുടെ മനസ്സ് വേണം. കുഞ്ഞുങ്ങളുടെ മനസ്സിൻ്റെ, ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം അത്ഭുതമാണ്, അല്ലേ? എലോൺ മസ്ക് ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി, നമുക്കറിയാം അല്ലേ? സ്പേസിലോട്ട് വിട്ട ബേസ് അത് മറ്റേതങ്ങ് പൊട്ടി കടലിൽ പോകുമായിരുന്നു. ഇപ്പോൾ അത് തിരിച്ച് അതിൻ്റെ ബേസിൽ വന്നിരിക്കുന്നത് അത്ഭുതം. എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. പുതിയ പുതിയൊരു കാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ടെസ്ല കാർ. ഡ്രൈവറില്ല. പുള്ളി എന്തെല്ലാമോ ജനിക്കുന്ന മനുഷ്യന് പുള്ളിയായിട്ട് ബ്രെയിൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ ബ്രെയിൻ മാറ്റിയിട്ട് പുള്ളി ബ്രെയിൻ എൻജിനീയറിങ് ചെയ്ത്, അല്ലെ, ഹ്യൂമനോയിഡ്സിനെ ഉണ്ടാക്കാനായിട്ട് പുള്ളി ചിന്തിക്കുകയാണ്. പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ, അത്ഭുതങ്ങളൊക്കെ ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമാണ്, അമേസ്മെന്റ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ വിവാദം നടക്കുന്നുണ്ട്. വലിയ പ്രസിദ്ധനായിട്ടുള്ളൊരു പാസ്റ്റർ ഒരു ഫോൺ എടുത്തിട്ട് പുള്ളിക്ക് കർത്താവിൻ്റെ വോയിസ് ആൾക്കാരെ ഒക്കെ കേൾപ്പിച്ചു. അതിലൊക്കെ അത്ഭുതപ്പെട്ടു. ചിലരൊക്കെ സ്തോത്രം പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു. ചിലരൊക്കെ അങ്ങനെ കൃത്രിമമായ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലമാണ്. നമ്മളെ സംബന്ധിച്ച്, ആദിമസഭയെ സംബന്ധിച്ച്, they were a community of, കാരണം ഇത് കഴിഞ്ഞപ്പോൾ ഒരേ സമയം അത്ഭുതപ്പെട്ടത് മാത്രമല്ല, they were perplexed, they were confused. അവർക്കൊരു ഭയമുണ്ടാകും, ഒരു പരിഭ്രമം ഉണ്ടാകും, ഉള്ളിൽ ഒരു അസ്വസ്ഥതയുണ്ടായി. നോക്കണം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ജീവിതത്തിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതിനും അപ്പുറമായ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ we take it for granted. ഒരു വലിയ അസുഖം വന്നു, ഒരു വലിയ പ്രതിസന്ധി വന്നു, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു, അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കിട്ടി, നല്ല ജോലി കിട്ടി. ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ we take it as a privilege. We take that for granted. ഈ രണ്ടാമത്തെ പ്രോബ്ലം ഇല്ല. എന്താ? The sense of perplexedness, അല്ലേ? അവർക്കൊരു പരിഭ്രമമില്ല. കാരണം പരിഭ്രമം ആവശ്യമാണ്. ചിലതൊക്കെ കാണുമ്പോൾ ആ പരിഭ്രമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, വാട്ട് ഡസ് ദിസ് മീൻ? വാട്ട് ഡസ് ദിസ് മീൻ? നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതെന്താ? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതെന്താണ് എന്നോട് പറയുന്നത്? ഇതെന്താണ് എൻ്റെ ജീവിതത്തിൽ? ഇതെന്താണ് ആവശ്യപ്പെടുന്നത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഡസ് ദിസ് മീൻ? ആസ് എ കമ്മ്യൂണിറ്റി, ഒരു സഭ എന്നുള്ള നിലയിൽ അടുത്ത കാലത്ത് നമ്മൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, വാട്ട് ഡസ് ദിസ് മീൻ? അവർ ചോദിച്ചു. കാരണം അവർക്ക് സംഭവം കൊള്ളാം, പക്ഷെ ഒരു ഭയമുണ്ടായി അവർക്ക്. അതുകൊണ്ടാണ് അവർ അർത്ഥം അന്വേഷിച്ചത്, ഇതിന്റെ യാഥാർത്ഥ്യം അന്വേഷിച്ചത്, ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർ അന്വേഷിച്ചത്. നമുക്കത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് അറിയണ്ട. നമ്മളുടെ എക്സ്പീരിയൻസ് എല്ലാം വളരെ സൂപ്പർഫിഷ്യസ് ആണ്, അല്ലെ? പുറമേയുള്ള എക്സ്പീരിയൻസ്, ആൻഡ് വി ആർ വെരി ഹാപ്പി with this superfluous experiences, peripheral experiences, അല്ലെ? പുറമേയുള്ള അനുഭവങ്ങളിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. we are not taking the experience, the miracles to the deeper side. നമ്മൾ അതിൻ്റെയൊക്കെ അനുഭവങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ പരാജയപ്പെടും. And they began to ask, what does this mean? കുറച്ചു പേരുടെ റെസ്പോൺസ് അതാ. നമ്മളും നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ ഈ ഒരു ചോദ്യം ചോദിക്കണം, വാട്ട് ഡസ് ദിസ് മീൻ ടു മീ? ഇതെന്താണ് എന്നോട് പറയുന്നത്? ഇതെന്താണ് എന്നിൽ നിന്ന് അർത്ഥമാക്കുന്നത്? ഇത് എന്നോട് സംവദിക്കുന്നത് എന്താണ്? അവരുടെ മേൽ ആത്മാവ് വന്നു, അവർ സംസാരിച്ചു, അവർ ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെയൊക്കെ കുറിച്ചൊക്കെ ചിന്തിച്ചു. അവരൊക്കെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. സന്തോഷം, ഗുഡ്, വെരി ഗുഡ്. ഒരു കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ പിരിയും, അത്രേ ഉള്ളൂ. വാട്ട് ഡസ് ദിസ് മീൻ? നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവനാമത്തിൽ കൂടി വരുമ്പോൾ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ഹാവ് യു എവർ ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദിസ് മീൻ ടു മീ? എനിക്ക് എന്താണിത് എന്നോട് അർത്ഥമാക്കുന്നത് എന്താണ്? എനിക്കുള്ള മെസ്സേജ് എന്താണ്? എനിക്കുള്ള സന്ദേശം എന്താണ്? ഒരു കൂട്ടർ ഇത് കണ്ടപ്പോൾ ഒരു കൂട്ടരുടെ മനസ്സിൽ തോന്നിയത് അങ്ങനെയാണ്. അവർക്ക് അത്ഭുതമുണ്ടായി, അവർ പരിഭ്രമിച്ചു. and they began to explore and they began to invent the reality of the Pentecost.
നമ്മൾ അങ്ങനെ അന്വേഷിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഒക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവരാകണം നമ്മൾ. We have to take our experiences to a next level of realizing the truth. അല്ലെ, സത്യത്തെ തിരിച്ചറിയാനുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ അനുഭവങ്ങളെ ഉയർത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് പറ്റണം. പോയി ഇതൊക്കെ കണ്ട് കേട്ട് തിരിച്ചു പോകുന്നതല്ല യഥാർത്ഥത്തിൽ. what does this mean to me? നമ്മളൊരു ദൈവത്തിന്റെ ഒരു വചനം കേൾക്കുമ്പോൾ, ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, have you ever asked what does this mean to me? What does this mean? ഇതെന്താണ് അർത്ഥമാക്കുന്നത്? എനിക്കുള്ള അർത്ഥം എന്താണ്? എന്നോടിത് പറയുന്നത് എന്താണ്? പൗലോസിന്റെ ഒക്കെ പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? അല്ലെ, പത്രോസിന് തൊട്ടടുത്ത് കാണുന്നത് നിത്യജീവൻ, ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ ഹൃദയത്തിൽ കൊത്തുകൊണ്ട് പത്രോസിനോട് ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിന്റെ മറ്റൊരു ആസ്പെക്റ്റ് ആണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. വാട്ട് ഡസ് ദിസ് മീൻ? ഇതെന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും അത്ഭുതപ്പെട്ടു. അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അതൊരു കൂട്ടരാണ്. വേറൊരു കൂട്ടര് എന്താണെന്നറിയാമോ? ഇത് പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. പെന്തക്കോസ്തിനോടുള്ള 2 റിയാക്ഷൻസാണ്. എന്താ? ഒന്ന്, അവരിതിന്റെ കാരണം അന്വേഷിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ കൂട്ടര് നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ they began to make fun of them. അല്ലേ, അവര് പരിഹസിക്കാനായിട്ട് തുടങ്ങി. and made fun of them. Some, however, made fun of them and said they have had too much wine. രാവിലെ തന്നെ അടിച്ച് പൂസായി. നമ്മൾ ഈ കാറ്റഗറിയില്ല. നമ്മളിലെല്ലാം ഒരു പരിഹാസിയുണ്ടല്ലേ, ഒരു സറ്റയറിസ്റ്റ് ഉണ്ട്. നമ്മളിലെല്ലാം ഒരു സർക്കാസിസ്റ്റ് ഉണ്ടല്ലേ. മറ്റുള്ളവരെ പരിഹസിക്കാൻ കിട്ടുന്ന ഒരു സമയവും ഒരു സാഹചര്യവും നമ്മൾ വിടത്തില്ല. we make use of all the opportunities to make fun of others. മറ്റുള്ളവരെ പരിഹസിക്കുക, ചിരിക്കുക. ചിന്തിച്ചിട്ടുണ്ടോ അതുണ്ടാക്കുന്ന അപകടം? ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഈ സഭയുടെ മേലെ, ഈ പാവപ്പെട്ട ജനങ്ങളുടെ മേലെ ഒരുപക്ഷെ അവർ തകർന്നു പോകാനുള്ള നമ്മുടെ പരിഹാസങ്ങൾ ഒരു വലിയ വജ്രായുധമാണ്. മറന്നു പോകരുത് കേട്ടോ. ഒരു സമൂഹം ചുറ്റും കൂടി നിന്ന് പരിഹസിക്കുമ്പോൾ, when a community become എന്താ പറയുന്നത്, പരിഹാസികളായാൽ, ഒരു സമൂഹം ഇങ്ങനെ കൂടി നിന്ന് കുറ്റം പറയാൻ റെഡിയായാൽ, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മാറിയ കഥകൾ രചിക്കാൻ അവർ പറയാണ്, they are making cooking up a story. ഇവര് കള്ളു കുടിച്ചേക്കുവാന്ന് പറയാണ്. And they are very affirmative in their statement. ഇവര് കള്ളു കുടിച്ചത് തന്നെയാണ്, രാവിലെ തന്നെ കള്ളു കുടിച്ചിട്ട്. പ്രത്യേകിച്ച് ഈ ആദിമസഭ അവർ അപ്പം നുറുക്കിയും ഒക്കെ വീഞ്ഞു കുടിച്ചും ഒക്കെ ഇരിക്കും. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണശേഷം അവരിങ്ങനെ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ ദിനം പ്രതി ഭവനങ്ങളിൽ കൂടി അപ്പം നുറുക്കി. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും വൈനൊക്കെ കുടിക്കുമെന്ന് വിചാരിച്ചു. ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള 2 ആരോപണങ്ങൾ. ഒന്ന്, അവര് നേരിട്ട ആരോപണം അവർ ഗ്ലട്ടൻസ് ആയിരുന്നു എന്നാണ്. തീറ്റി കൂടിയാണ്, അവർ എവിടെ വന്നാലും തീറ്റി കൂടി. അവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് അതാണ്. ഭക്ഷണപ്രിയരായിരുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരുപാട് പരിഹാസങ്ങൾ അവർ നേരിട്ടു. നമ്മുടെ ഒരു വലിയ പ്രോബ്ലം അതാണ്, നമ്മൾ പരിഹസിക്കുക. ഈ പരിഹസിക്കൽ, മേക്കിംഗ് ഫൺ ഓഫ് ദി അതർ ഈസ് എ ഡിസ്ട്രക്റ്റീവ് ടൂൾ.
വിനാശകരമായ ഒരു 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 ആയുധം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. വേണമെങ്കിൽ നമുക്ക് ദാറ്റ് ഈസ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ്, നമ്മൾ അതിൽ എടുക്കേണ്ടത് മാത്രം എടുത്താൽ മതി. അതിനാണ് നമുക്ക് വിയോജിപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാനൊരു പ്രസംഗം പ്രസംഗിക്കുമ്പോൾ എന്നോട് വിയോജിക്കുന്ന, നിങ്ങൾ എടുക്കേണ്ടത് മാത്രം, നിങ്ങൾക്കുള്ള കാര്യങ്ങൾ മാത്രം. യു ടേക്ക് വാട്ട് യു വാണ്ട് ടു ടേക്ക്. നമുക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുക. നമ്മൾ ഉള്ളിലേക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ശരീരത്തിൽ പിടിക്കുകയാണെന്ന്? ശരീരം അതിന് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ. മുഴുവൻ നല്ലത് കൊടുത്താൽ മുഴുവൻ നല്ലത് എടുക്കും, ബാക്കിയുള്ളതൊക്കെ അത് കളയും. നമ്മളും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടുന്ന, നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയും അതിന്റെ പക്വതയും ഒക്കെ നിർണയിക്കുന്നത് ഇത് തന്നെയാണ്. We are very quick in our conclusions. അവർ പെട്ടെന്ന് തീരുമാനിച്ചു, they had too much of wine. അവര് രാവിലെ തന്നെ വീഞ്ഞു കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരിഹാസിയെ മാറ്റണമെന്ന് സദൃശ്യവാക്യങ്ങളിൽ പറയുന്നുണ്ട്. പരിഹാസി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ് ചിരിക്കണ്ട എന്നൊന്നും അർത്ഥം. നമ്മൾ ചിരിക്കണം. പക്ഷെ ഇന്നത്തെ ഹാസ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയാമോ? മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടാണ്, മറ്റൊരാളുടെ കുറവിനെ കുറിച്ച്, മറ്റൊരാളുടെ ശാരീരികമായോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറവിനെയൊക്കെ ആണ് പരിഹസിച്ചിട്ടാണ് നമ്മൾ ചിരിക്കുന്നത്. നമ്മുടെ സന്തോഷത്തിന്റെ ഒരു കേന്ദ്രം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറവാണ്. ദാറ്റ് ഈസ് എ സിൻ. മറ്റുള്ളവരെ നമ്മൾ പരിഹസിച്ച് ചിരിക്കരുത്. പരിഹാസം നമുക്കുള്ളതല്ല. അവര് പരിഹസിച്ചു, ചിലർ പരിഹസിച്ചു പറഞ്ഞു. എന്താ പരിഹസിച്ചു പറഞ്ഞത്? പരിഹാസങ്ങൾ ഒരു അക്യൂസേഷൻ കൂടെയാണ്. നോക്കണേ, നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം ദയവ് ചെയ്ത് നമ്മൾ പറയരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ? നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റും? ഇവിടെ ഈ മനുഷ്യര്, അവർക്ക് ഉറപ്പൊന്നുമില്ല. അവരിങ്ങനെ ഈ മറ്റുള്ളവരുടെ ഭാഷകളിൽ സംസാരിക്കുന്നത് കണ്ട് ഇവര് ആദ്യമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അവരങ്ങ് തീരുമാനിച്ചു ഇവര്. നമുക്കും അറിയാം, സാധാരണ ഈ മദ്യപിക്കുന്നവർ ഒരുപാട് സംസാരിക്കല്ലേ. മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആളിനെ കണ്ടുപോയി ഇയാൾ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നത് പോലും നമ്മൾ അങ്ങനെ. ഒരുപാട് സംസാരിച്ചാൽ എനിക്ക് തോന്നുന്നു പുള്ളി രാവിലെ തന്നെ 2 എടുത്തിട്ടുണ്ട്. അപ്പൊ അവര് അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. They were very quick in their conclusions. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും we shouldn't be very quick in our conclusions. മറന്നു പോകരുത്. നമ്മുടെ കുടുംബ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും അതും ഇതൊക്കെ കേട്ട് നമ്മൾ പിന്നെ അങ്ങ് തീരുമാനിക്കും, ഇതാ കാര്യം. Quick conclusions can be wrong. നമ്മുടെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോകാം, മിക്കപ്പോഴും തെറ്റിപ്പോകാം. യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരിക്കാം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കാനും ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാനും അതിനെ അംഗീകരിക്കാനും അംഗീകരിക്കാതിരിക്കാനും ഒക്കെ we should take time. സമയം, അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, പിന്നെന്ത് സംഭവിക്കുന്നു, വാട്ട് ഈസ് ഹാപ്പനിങ് ആഫ്റ്റർ, ഇതൊക്കെ വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പിന്തിരിഞ്ഞു നോക്കും, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുടെയും തുടക്കം, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ either one of us were very quick in our conclusions. നമ്മൾ അങ്ങ് തീരുമാനിച്ചു, ഇതിങ്ങനെ അങ്ങനെ അതാ ഇതാ. Don't be very quick in your conclusions. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുടുംബജീവിതമൊക്കെ തുടങ്ങാനൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഏതാണ്? എന്തൊക്കെ സംഭവിച്ചാലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക.
ടേക്ക് ടൈം, സ്റ്റഡി. നിഷ്പക്ഷമായി കാര്യങ്ങളെ കുറച്ചുകൂടെ വസ്തുനിഷ്ഠമായി പറഞ്ഞ് സംസാരിച്ച് അവരോടൊക്കെ ഒന്ന് ഇടപെട്ട് സംസാരിക്കുക. See what is happening after this. ഇതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? വെയിറ്റ് ആൻഡ് സീ. ഒരു ഗൗരവമേറിയ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ്. Some of them were amazed and perplexed, and they began to explore and find out the reality, and some others were very quick in their conclusion, so they began to make fun of the people and the event. ഈ പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ചും ആ മനുഷ്യരെ കുറിച്ചും അവര് നോക്കണം. ഈ മേക്കിംഗ് ഫൺ എന്ന് പറഞ്ഞാൽ they are not making fun of what is happening. They are making fun of the people who are the agents of the event. ഈ സംഭവം ആരിലാണോ നടക്കുന്നത്, ആരാണോ അതിന്റെ ഏജൻസ്, അവരെ പരിഹസിക്കാൻ തുടങ്ങും. ആ മനുഷ്യരെ നമ്മൾ പരിഹസിക്കാൻ തുടങ്ങും, അല്ലേ? നമ്മളുടെ പരിഹാസങ്ങളൊക്കെ വ്യക്തിപരമാണ്, സംഭവങ്ങളെ അല്ല. അതാണ് എപ്പോഴും വലിയൊരു കുഴപ്പം. അതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഈ സംഭവം കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് വ്യക്തികളിലോട്ട് കയറും. വി ടാർഗറ്റ് പീപ്പിൾ. നമ്മൾ ജനങ്ങളെ, ആളുകളെ ടാർഗറ്റ് ചെയ്യും. എന്നിട്ട് അവരെ എടുത്തിട്ടാണ് നമ്മൾ അലക്കാൻ പോകുന്നത്. അൾട്ടിമേറ്റ്ലി ദ ഈവന്റ് വിൽ ബി ഇഗ്നോർഡ് കംപ്ലീറ്റ്ലി. സംഭവം മാറിപ്പോവും, പിന്നെ ആളുകളാണ്. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ഈ നാളുകളിൽ ജീവിക്കണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ ഈ ഒരു കാറ്റഗറി ആളുകളാകരുത്. ആദ്യം പറഞ്ഞ കാറ്റഗറി ആളുകളാകുന്നത് നല്ലതാണ്. കാരണം ദർ ഈസ് പോസിബിലിറ്റി ഓഫ് ചേഞ്ച്. കാരണം അവർക്ക് അത്ഭുതപ്പെട്ടു, അവർ പരിഭ്രമിച്ചു, പേടിയുണ്ടായി. And they began to express, they began to explore and find out what exactly was happening and what does this mean. ഒരുപക്ഷെ പരിഹസിച്ചവരൊക്കെ അവരടിച്ചേക്കാന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ആ പരിഹാസമുള്ള മറുപടി പത്രോസ് കൊടുക്കുന്നുണ്ടല്ലോ. രാവിലെ 10 മണി ആയപ്പോഴേ ഉള്ളൂ, ഞങ്ങളാരും വെള്ളമൊന്നും കുടിച്ചിട്ടുള്ളവർ, ഞങ്ങൾ വൈൻ കുടിച്ച് വീഞ്ഞു കുടിച്ച് മത്തരായിട്ടൊന്നും അല്ല പറഞ്ഞു. ഇത് വേറൊരു മറ്റൊരു മത്ത് പിടിപ്പിക്കലാണ്. This is another hallucination. This is another event of being filled with the Spirit. അത് മനസ്സിലാക്കണമെങ്കിൽ അല്പം ക്ഷമ വേണം, അറിയാനുള്ള ആഗ്രഹം വേണം. അതുകൊണ്ട് പരിഹാസം നല്ലതല്ല. ആ ഒരു സംസ്കാരം നല്ലതല്ല. That will create deep wounds. അല്ലെ, കണ്ണുകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ബോഡി ലാംഗ്വേജ് കൊണ്ടും ഒക്കെയുള്ള നമ്മുടെ ഒരു പരിഹാസം. അത് ഒരു ഫുൾ സ്റ്റോപ്പാ. പിന്നെ അതിനപ്പുറത്ത് യാതൊരു സാധ്യതയുമില്ല. രക്ഷപ്പെടാന്, മാനസാന്തരപ്പെടാന്, ദൈവവചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ഒരു സാധ്യത പിന്നെ ഇല്ല. ദാറ്റ് ഈസ് ദ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. അതിൽ തന്നെ ഒരു അന്ത്യമാണ്. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് പരിഹാസികളായി തീരാനല്ല, മറിച്ച് ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് കൂടുതൽ അന്വേഷിക്കാനായിട്ട്, വാട്ട് ഡസ് ദിസ് മീൻ എന്ന് ചോദിക്കാനായിട്ട് പറ്റണം. വാട്ട് ഡസ് ദിസ് മീൻ? പരിശുദ്ധാത്മാവ് ആ സഭയുടെ മേൽ വന്നപ്പോൾ, that was the two major responses that we see from the community. നമ്മുടെ സഭ അത്തരത്തിലുള്ള കൗതുകങ്ങൾ, അത്തരത്തിലുള്ള താല്പര്യങ്ങൾ, ഇതെന്താണ് എന്ന് നമ്മുടെ സഭ വളർന്നത് അങ്ങനല്ലേ? മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിലേക്ക് അനേകർ ആകർഷിക്കപ്പെട്ട് കർത്താവിനെ വീണ്ടെടുപ്പുകാരനായി സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? they wanted to find out. അവര്
അന്വേഷിക്കാനാണ്. അല്ലാതെ നമ്മുടെ മിഷണറിമാർ ഇവിടെ വന്ന് വേദപുസ്തകം തന്ന് കഞ്ഞി സാമ്പാറും തന്നിട്ടൊന്നുമല്ല ഇവിടെ ഭാരതത്തിലെ ഭൂരിപക്ഷം പേരും അവരുടെ പൂർവ്വ മതങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ വിട്ട് ഇതിലേക്ക് വന്നത്. നമ്മുടെ മിഷണറിമാരുടെ സുവിശേഷം കേട്ട് ക്രിസ്തേതരായിട്ടുള്ള നോൺ ക്രിസ്ത്യൻസ് മാത്രമായിട്ടുള്ളവർ മാത്രമല്ലല്ലോ വന്നത്, അല്ലേ? പാരമ്പര്യ ക്രിസ്തീയ വിശ്വാസത്തിലായിരുന്നവരും അവരുടെ ആചാരങ്ങളും അവരുടെ ദേവാലയങ്ങളും അവരുടെ സമ്പ്രദായങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് they were also attracted to the message of Christ. ഈ മിഷണറിമാര് പ്രസംഗിച്ച ഈ സുവിശേഷത്തിൽ അവർ ആകൃഷ്ടരായി. അവര് ഒരു ഡോക്ട്രിനൽ കറക്റ്റ്നെസ് എന്ന പേരിൽ അവർ they come to this Protestant faith. കാരണം ആ സുവിശേഷം അവരിൽ കൂടുതൽ അറിയാനുള്ള താല്പര്യമുണ്ടാക്കി. പക്ഷെ നമ്മളുടെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഇതാണ്. നമ്മുടെ സഭാ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൂടുതൽ അറിയാൻ, ക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ, അനുഭവിച്ചറിയുവാനുള്ള താല്പര്യം നമ്മുടെ സഭ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ചുറ്റുപാടുകളിൽ സൃഷ്ടിക്കുന്നുണ്ടോ, ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യം. അപ്പോൾ പെന്തക്കോസ്തിന്റെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് അതാണ്. വാട്ട് ഡസ് ദിസ് മീൻ? വാട്ട് ഡസ് ദിസ് മീൻ? ആൻഡ് അവിടെയാണ് പത്രോസ്, ആ ചോദ്യങ്ങളോടാണ് പത്രോസ് പ്രതികരിക്കുന്നത്. ആ ചോദ്യമാണ് വാട്ട് ഡസ് ദിസ് മീൻ എന്ന് ചോദിച്ചപ്പോഴാണ് പത്രോസ്, ദൈവാത്മാവിനാൽ നിറഞ്ഞ പത്രോസ് എഴുന്നേറ്റ് നിന്ന് അവരോട് സംസാരിക്കുന്നു. അവരോട് ഉറക്കെ പറയാണ്. പത്രോസ് ആദ്യം അഡ്രസ് ചെയ്യുന്നത് ആരെയാ? പരിഹാസികളെയാണ്. Peter is addressing the false accusation made against them. പരിഹാസികൾക്കുള്ള ഉത്തരമാണ് പത്രോസ് ആദ്യം കൊടുക്കുന്നത്. എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കൊൾവീൻ, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അല്ല യാഥാർത്ഥ്യം. See, that is where the word of God is becoming more legible and clear. Clarity പറയാം. ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ പത്രോസ് ഈ കൂടി നിന്നവരോട് പറയുന്നു, ഞങ്ങളെ പരിഹസിച്ചവരുടെ പരിഹാസത്തിന്റെ അവർ പറഞ്ഞ കാരണം പോലെയല്ല ഇത്. ദൈവവചനത്തിന്റെ പൂർത്തീകരണമാണ്. ദിസ് ഈസ് ദ റിയലൈസേഷൻ ഓഫ് ദി പ്രോഫസി ഓഫ് ഗോഡ്. എന്നിട്ട് പറയുകയാണ്, യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. ഇത് വെള്ളമടിച്ചതല്ല, ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ, ദൈവത്തിന്റെ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്. That is where Peter is addressing the interest of the others. ഒരേ സമയം പത്രോസ് പരിഹസിച്ചവർക്കുള്ള മറുപടിയും പരിഹാസങ്ങൾക്കുള്ള മറുപടിയും ഇതെന്താണ് എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയും കൊടുക്കുകയാണ്. ഇത് ദൈവവചനത്തിന്റെ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്. This is the realization of the prophecy of God. നമ്മളുടെയൊക്കെ സഭയിൽ, സഭാജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോന്നും that should all become the realization of the prophecy of the word of God. ദൈവവചനത്തിന്റെ, പ്രവചനവചനത്തിന്റെ നിവർത്തീകരണമായി നമ്മുടെ പ്രവർത്തനങ്ങൾ മാറണം. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ we should ask, how does this become the realization of the prophecy of God? ദൈവവചനത്തിന്റെ, ദൈവത്തിന്റെ പ്രവചനത്തിന്റെ പൂർത്തീകരണമായിട്ട് ഇത് എങ്ങനെ മാറുന്നു? കർത്താവായ യേശുക്രിസ്തു നസ്രത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞതും, ഞാൻ പ്രവചനത്തിന്റെ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും, ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു.
we should always explain, we should always clarify our actions in the light of the word. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് നിർവചിക്കാനായിട്ട് പറ്റണം. And Peter is trying to explain this event in the light of the word of God. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ, പ്രവാചകന്മാരുടെ പ്രവചനത്തിന്റെ വെളിച്ചത്തിൽ ഈ വാക്കുകൾ, ഈ സംഭവത്തെ ലോകത്തോട്, ചുറ്റുപാടുകളോട് നിർവചിച്ചു കൊടുക്കുവാനായിട്ട് പത്രോസ് തയ്യാറാകും. നമ്മൾ സഭയായി ചിന്തിക്കേണ്ടത് അതാണ്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും we should ask, where does this fulfill the word of God? ദൈവത്തിന്റെ വചനം ഇതിലെവിടെയാണ്? നമുക്ക് ചില കാര്യങ്ങൾ അതേപോലെ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ, അതിൻ്റെ അന്തസത്തയിൽ, അതിൻ്റെ ക്രീമിൽ, അതിൻ്റെ ക്രക്സിൽ എവിടെയാണ് ഇത് ദൈവത്തിന്റെ വചനം നിവൃത്തിയാക്കുന്നത്? നമ്മൾ കല്യാണം കഴിക്കുമ്പോഴും പറയുന്നില്ല, കഴിപ്പിക്കുമ്പോഴും പറയുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമാണ്. സ്നാനം, നമ്മൾ പബ്ലിക്കായി ചെയ്യുന്ന എല്ലാ ഇവന്റിനകത്തും, നമ്മുടെ തിരുവത്താഴ്, ശുശ്രൂഷ, അങ്ങനെയുള്ള എല്ലാത്തിനകത്തും നമ്മൾ പറയുന്ന, ആരാധന കൂടുമ്പോഴും നമ്മൾ പറയുന്നത്, ദിസ് ഈസ് ദ റിയലൈസേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്, ശരിയാ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഈസ് ദിസ് എ റിയലൈസേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ സ്പിരിറ്റ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലല്ല, അതിൻ്റെ ആത്മാവിൽ, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ, അതിൻ്റെ നന്മയിൽ ഇത് ദൈവവചനത്തിൻ്റെ നിവർത്തീകരണമാണ് എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാനായിട്ട് പറ്റും. So if you want us to understand what does this mean to us, ഇത് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് ദൈവവചനത്തിന്റെ ഒരു പൂർത്തീകരണമാണ്. ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമാണ്. ഒന്നാമത്തെ മറുപടി പത്രോസ് പറയുന്നതാ. ഇതെന്താന്ന് ചോദിച്ചാൽ, ഇത് വെള്ളമടിച്ച് ഒന്നുമല്ല, ഇത് ഞങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഉണ്ടാക്കി അവതരിപ്പിച്ച പരിപാടിയൊന്നുമല്ല. ഇതൊരു ഇവന്റ് മാനേജ്മെന്റ് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ഈ ടി വിയിലും ഒക്കെ പലതും കാണും. ആകസ്മികമായിട്ട് സംഭവിക്കുന്നു, പെട്ടെന്ന് സംഭവിക്കുന്നു എന്നൊക്കെ കരുതി ചെയ്യുന്നത് പലതും പെട്ടെന്ന് സംഭവിക്കുന്നു. നമ്മളൊക്കെ മണ്ടന്മാർ, അത് പെട്ടെന്ന് സംഭവിക്കുന്നതാണെന്ന് വിചാരിച്ചൊക്കെ ചെയ്യും. പക്ഷെ ഇതൊന്നും പെട്ടെന്ന് സംഭവിക്കുന്നൊന്നുമല്ല. അതൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ട് നേരത്തെ തന്നെ അവർ ഒരുങ്ങി, ഇങ്ങനെയൊക്കെ ആകട്ടെ, ഇങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യണം, പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആവിഷ്കരിച്ച് അഭിനയിക്കുന്നത് തന്നെയാ പലതും. പക്ഷെ നമ്മളെ മണ്ടന്മാര് നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പത്രോസ് പറയുന്നത് ഇത് അങ്ങനെ കോറിയോഗ്രാഫി ചെയ്തൊരു സംഭവമല്ല. ഇറ്റ്സ് നോട്ട് എ ഫേക്ക് ഈവന്റ്. ഇതൊരു നിവർത്തീകരണമാണ്, ഇതൊരു പൂർത്തീകരണമാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ, യോവേൽ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്നൊരു വചനം, അവരുപോലും മറന്നിരുന്ന ഒരു വചനം, അവരുപോലും മറന്നിരുന്ന ഒരു പ്രവാചകൻ, അവരുപോലും മറന്നിരുന്ന ഒരു ദൈവത്തിന്റെ വാഗ്ദത്തം, ഉറപ്പ്. പത്രോസ് പറയുന്നു, ഇത് അതിന്റെ പൂർത്തീകരണമാണ്, അതിന്റെ നിവർത്തീകരണമാണ്. ദൈവത്തിന്റെ വചനവും നിവർത്തിയാകേണ്ടത് നിവർത്തിയാക്കുക തന്നെ ചെയ്യും. അത് മറന്നു പോകരുത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ വിശ്വാസികളായി, സഭയായി, ലോകത്തായിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിപ്പയറിംഗ് ദ പീപ്പിൾ ടു മേക്ക് എക്സാക്ട് റെസ്പോൺസസ്. വാട്ട് ഡസ് ദിസ് മീൻ? ഇതെന്താണ് എന്ന് സത്യസന്ധമായി ചോദിക്കുന്ന ഇടത്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് വേറൊന്നുമല്ല, ഇത് ഞങ്ങളുടെ പണത്തിൻ്റെ ഹുങ്ക് കാണിക്കുന്നതല്ല. ഞങ്ങൾക്ക് കാശ് കുറേ അധികം വന്നതുകൊണ്ട് ഞങ്ങൾ എന്നാ പിന്നെ ഇങ്ങനെ നാക്കിയേക്കാം എന്ന് വിചാരിച്ച് ചിന്തിക്കുന്നതും ചെയ്യുന്നതും ഒന്നും അല്ല. ഇതൊരു ദൈവവചനത്തിൻ്റെ നിവർത്തീകരണമാണ്. ദിസ് ഈസ് വെയർ the word of God, the mighty word of God is revealed and realized
and materialized in us. നമ്മുടെ സഭ ദൈവവചനം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന, നിവൃത്തിയാക്കപ്പെടുന്ന സഭകളായി, സമൂഹങ്ങളായി മാറട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാക്കപ്പെടുവാൻ അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും തൻ്റെ ആത്മാവിനെ പകർന്ന് നിന്റെ ബാലകന്മാരും പ്രായമുള്ളവരും ഒരുപോലെ പ്രവചിക്കുന്നതിനെക്കുറിച്ച്, പ്രസംഗിക്കുന്നതിനെക്കുറിച്ച്, പ്രഘോഷിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടെങ്കിൽ യോവേൽ, അത് ഇവിടെ ഈ പെന്തക്കോസ്ത് നാളിൽ ഞങ്ങളിലൂടെ അത് യാഥാർത്ഥ്യമാകും. ഞങ്ങളെ കുഞ്ഞുങ്ങളെ സംസാരിച്ചു, ഞങ്ങളുടെ സ്ത്രീകളെ സംസാരിച്ചു, ഇവിടെ കൂടിയിരുന്ന സകല മനുഷ്യരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് നിങ്ങളോട് സംസാരിച്ചു. ദിസ് ഈസ് നത്തിങ് ബട്ട് ദ റിയലൈസേഷൻ ഓഫ് ദ പ്രോഫസി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ, ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തിയാകലാണിത്. പരിഹാസികൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി അതാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവജനമേ, നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മളും ഇങ്ങനെയുള്ളൊരു പെന്തക്കോസ്ത് സമൂഹമാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ ക്രിസ്തുവിങ്കിലേക്ക്, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ആകർഷിക്കുന്നതാകട്ടെ. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ മറ്റുള്ളവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. മറ്റുള്ളവരിൽ ദൈവത്തെ അറിയുവാനുള്ള താല്പര്യം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാനുള്ള താല്പര്യം ജനിപ്പിക്കുന്ന നല്ല നല്ല കർമ്മങ്ങളിൽ, നല്ല നല്ല ശുശ്രൂഷകളിൽ, നല്ല നല്ല കൂടിവരവുകളിൽ, കൂട്ടായ്മകളിൽ ഇടയാക്കുന്നതാകട്ടെ. നമ്മൾ വിചാരിക്കും നമ്മളിലെ പ്രശ്നങ്ങൾ നമ്മൾ മാത്രമേ അറിയത്തുള്ളൂ. അത് വെറുതെ ആകട്ടോ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു പരിപാടിക്ക് പോയ സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ സഭയിലെ പ്രശ്നമൊക്കെ തീർന്നു. ഞാൻ എന്ത് പ്രശ്നം? ഞാൻ കഴിഞ്ഞ 4-5 മാസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ, ഒരു പ്രശ്നമല്ലല്ലോ. അല്ല, പഴയ പ്രശ്നം. ഞാൻ പറഞ്ഞു, എന്ത് പഴയ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്ത് പ്രശ്നം? നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മളിൽ. അല്ലല്ല, നമ്മളുടെ ചുറ്റുപാട് ഒരു സമൂഹം ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. ജാഗ്രതയോടുകൂടെ ഒരു സമൂഹം നമ്മളോട് നോക്കുന്നുണ്ട്. അത് മറന്നുപോകരുത്. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ കണ്ട് അത്ഭുതം കൂറണം, അവർ അത്ഭുതപ്പെടണം. നമ്മളിൽ നടക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവരിൽ പരിഭ്രമം ഉണ്ടാകണം. ആൻഡ് ദേ ഷുഡ് ഫൈൻഡ് ദ ലവ് ഓഫ് ഗോഡ്, ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ഇൻ അവർ ലൈഫ്. നമ്മുടെ സഭാ ജീവിതത്തിൽ മറ്റുള്ളവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാനായിട്ട് കഴിയണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോഴാണ് നമ്മൾ പെന്തക്കോസ്ത് സമൂഹമാകുന്നത്. അതുകൊണ്ടേ നമ്മളിത് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമുള്ളൂ. നിങ്ങൾ നോട്ട്സൊക്കെ എഴുതിയെടുത്താലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. ഇതൊക്കെ ഓർത്താലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. നമ്മൾ ഒരു പെന്തക്കോസ്ത് സമൂഹമായി ഇത്തരത്തിൽ മറ്റുള്ളവരിൽ, ചുറ്റുപാടുകളിൽ ഈ പെന്തക്കോസ്ത് പ്രതികരണം സൃഷ്ടിക്കുന്നവരായി തീരാൻ ദൈവത്തിൻ്റെ വചനം നമ്മളിലൂടെയൊക്കെ നിവൃത്തിയാകട്ടെ. ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ നമ്മളിലൂടെയൊക്കെ യാഥാർത്ഥ്യമാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കർത്താവേ 1 മണിക്കൂറിൽ 1.5 മണിക്കൂറിലധികമായി നീ ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട്, ഇടപെട്ടതിനായിട്ടൊക്കെ സ്തോത്രം. പെന്തക്കോസ്തിനെ കുറിച്ച് ഞങ്ങൾ ഈ നാളുകളിലൊക്കെ പഠിക്കുകയാണല്ലോ കർത്താവേ. ഇന്ന് നിന്റെ വചനം ഞങ്ങളോട് സംസാരിച്ചല്ലോ, അതിനായിട്ട് സ്തുതിക്കുന്നു കർത്താവേ. മറ്റുള്ളവരിൽ കർത്താവേ നല്ല നല്ല പ്രതികരണങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കണമേ. മറ്റുള്ളവർ ഞങ്ങളെ പരിഹസിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ തളർന്നു പോകാതെ നിന്റെ വചനത്താൽ കർത്താവേ ആ പരിഹാസങ്ങളെയൊക്കെ മറികടക്കുവാനായിട്ട് അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ. മറ്റുള്ളവരിൽ അത്ഭുതവും ഒരേ സമയം പരിഭ്രമവും അങ്ങേ അറിയുവാനും അങ്ങേ മനസ്സിലാക്കുവാനുമുള്ള ആഗ്രഹം ജനിപ്പിക്കുവാൻ ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ, അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരൊക്കെ ഇരിക്കുന്ന ഇടത്ത് പെന്തക്കോസ്ത് അനുഭവങ്ങളുള്ള, പെന്തക്കോസ്ത് സാധ്യതകളുള്ള, പെന്തക്കോസ്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല കുടുംബങ്ങളും മനുഷ്യരുമായി തീരുവാൻ അവരെ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ കൂടിവരവിൽ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്നതിനായി സ്തോത്രം. നീ ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട്, ഇടപെട്ടതിനായിട്ട് സ്തുതിക്കുന്നു. അടുത്ത ഞായറാഴ്ചത്തെ ആരാധനയ്ക്കായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് നാളുകളിൽ ഞങ്ങളുടെ ദേവാലയത്തിലെ ശുശ്രൂഷകളൊക്കെ ഏറ്റവും സന്തോഷകരമായിരിക്കാൻ, ആഹ്ലാദകരമായിരിക്കാൻ, ആനന്ദകരമായിരിക്കാൻ, ആശ്ചര്യജനകമായിരിക്കാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും ഇന്നുമല്ല ഇപ്പോഴും നമ്മെല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ നിരന്തരം വസിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ ഷീജയോട്, സങ്കീർത്തനം വായിച്ച സൈബാളിനോട്, പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച മിനോയോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ അറിയിക്കുന്നു. നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത ഞായറാഴ്ച ഒരുമിച്ച് കൂടി കാണുന്നതുവരെയും ദൈവം നമ്മളെ പല സ്ഥലങ്ങളിലായിട്ട് കാക്കട്ടെ. താങ്ക് യു.